നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ടുള്ള നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. കൂടുതൽ പേരും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ സെപ്പറേഷനിലാണ്. അതുമല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ ഇല്ലാത്തതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് ഒരുപാട് ഇമോഷണൽ ലോസ്, അതായത് നിങ്ങളെ ആ വ്യക്തിയുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടതോർത്ത് ഒരുപാട് ആ വ്യക്തി വിഷമിക്കുന്നുണ്ട്, സഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തി ഒരു സമയത്ത് നിങ്ങളുടെ മെമ്മറീസ് ഓഫ് ലവ്, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത്, നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സുകളാണ് ആ വ്യക്തി ഇപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ പല സിറ്റുവേഷൻസിലും ആ വ്യക്തി ഒരുപാട് ഫിസിക്കലി മെന്റലി അപ്സെറ്റ് ആയിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി സ്പിരിച്വലി കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് ആ വ്യക്തി ചെയ്യുന്നുണ്ട്. മേ ബി ആ വ്യക്തി നിങ്ങളെ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എത്രയും വേഗം ആ വ്യക്തിയുടെ ലൈഫിൽ നിന്നും മാറണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. എത്രയും വേഗം എല്ലാ കാര്യങ്ങളിലും ഒരു ചേഞ്ച് വേണമെന്ന് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാസ്റ്റർ കാർഡ് പ്രോസ്പെറിറ്റി ബിഗിൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് രണ്ട് കൈകൾ, നിങ്ങളുടെ കൈകൾ തമ്മിൽ ഒരുമിച്ച് ചേർക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ ഒരു റീയൂണിയൻ ഉണ്ടാവാനായിട്ട്, അതിലൊരു പ്രോസ്പെറിറ്റി ഉണ്ടാവാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തി അതിൻ്റെ ഫലം ആ വ്യക്തി കാത്തിരിക്കുന്നു. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഫലമാണ് ആ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ ആ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യവും അത് തന്നെയാണ്. ആ വ്യക്തി നിങ്ങളെ പ്രൊപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. അതാണ് പ്രപ്പോസിങ് വന്നിട്ടുള്ളത്. ന്യൂ ലവ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സിംഗിൾസ് ആണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ലവ് വരാൻ ചാൻസസ് ഉണ്ട്. നോ കോണ്ടാക്റ്റിലുള്ളവർക്കാണെങ്കിൽ അവരുടെ പേഴ്സൺ അവരെ പ്രപ്പോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരുമായിട്ട് വീണ്ടും കോണ്ടാക്റ്റിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മേക്ക് ദ എഫേർട്ട്. അവർ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. മെന്റലി ഫിസിക്കലി ആ വ്യക്തി ഒരുപാട് തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ പോലും ആ വ്യക്തി ഒരുപാട് തവണ ചിന്തിച്ചിരിക്കുകയാണ് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരണം. ഒരുപാട് തവണ ചിലപ്പോൾ നിങ്ങളെ ഫോണിൽ ഡയൽ ചെയ്ത് വെച്ചിട്ട് അവർ കട്ട് ചെയ്തിട്ടുണ്ടാവാം. മെസ്സേജ് ടൈപ്പ് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളടുത്ത് നിങ്ങളെ പറ്റി സ്പൈ ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആ വ്യക്തി ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഫോണിൽ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ്, നിങ്ങളുടെ ചാറ്റ്സ്, കോൺവെർസേഷൻ എല്ലാം ആ വ്യക്തി റിപ്പീറ്റ് ആയിട്ട് എടുത്ത് നോക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്, ചേസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അറിയാതെ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഗോ ഔട്ട്സൈഡ് അല്ലേ? ആ വ്യക്തി എല്ലാ കാര്യവും ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുകയാണ്. പുറത്തിറങ്ങാനാവാതെ ചിലപ്പോൾ ഒരു മുറിയിൽ അടച്ചിരിക്കുന്നുണ്ടാവാം, അല്ലെ ആരും അറിയാതെ, ഇല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിലെല്ലാം നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ആ വ്യക്തി മുഴുകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണോ ഇപ്പോ ഈ പറഞ്ഞ സിറ്റുവേഷൻ, ഈ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണോ ഇപ്പൊ പറഞ്ഞത്, ആ സെയിം ഫീലിംഗ് ആണ് നിങ്ങൾക്കും ഉണ്ടാവുന്നത്. മേ ബി നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഇത്രയും സമയത്ത് പറഞ്ഞിട്ടുള്ള അതേ സെയിം ഫീലിംഗ് നിങ്ങൾക്കും എക്സ്പീരിയൻസ് നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ടാവാം. മേ ബി കുറച്ചു പേർക്ക് ഒരു ട്വിൻ ഫ്ലെയിം എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ സോൾമേറ്റ് എനർജി ആയിരിക്കാം. ഓക്കെ. ന്യൂ ലവ് മീൻസ് അവര് ഈ ഒരു തടസ്സങ്ങളെല്ലാം മാറി വീണ്ടും പുതിയ രീതിയിൽ ലവ്, ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവണം, ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്ന് പലപ്പോഴായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ഒരു ട്വിൻ ഫ്ലെയിം ആവാനുള്ള സാധ്യതയുണ്ട്. ഒത്തിരി പേർക്ക് അങ്ങനെ ഒരു എനർജി ഫീൽ ഉണ്ട്. നിങ്ങൾക്ക് ഇൻഡ്യൂഷണലി അങ്ങനെ പല പ്രാവശ്യം തോന്നിയിട്ടുണ്ടാവാം. മേ ബി ഈ സെപ്പറേഷൻ ഈ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഉള്ളതാവാം. നിങ്ങളുടെ കർമ്മയുടെ ഫലം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാവാം. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു റീയൂണിയൻ പോസിബിലിറ്റി കാണുന്നുണ്ട്. ഓക്കെ. അതുപോലെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് യൂണിയൻ ചെയ്യാനായിട്ട് ഒരുപാട് ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് മാനസികമായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കാം.
ഗെറ്റ് ടു നോ ഈച്ച് അതർ. നിങ്ങൾ പരസ്പരം ഇതുവരെയും പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു മെസ്സേജ്. നിങ്ങൾ പൂർണ്ണമായിട്ടും പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു സിറ്റുവേഷനെ അങ്ങനെയായിട്ട് നിങ്ങൾ അംഗീകരിക്കുക. എന്തിനാണ് ഈ സെപ്പറേഷൻ എന്ന് നിങ്ങൾ ഒരുപാട് തവണ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതിനുള്ള ആൻസർ ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. നിങ്ങൾ പരസ്പരം വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിന് വേണ്ടിയിട്ടായിരിക്കാം യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കിടയിൽ ഇത്രയും ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ലവ് ബിലീവ്സ്. നിങ്ങൾ സ്നേഹത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും തിരികെ എത്തും എന്നുള്ളൊരു മെസ്സേജും കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട്. സോൾമേറ്റ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ പേർക്കും ട്വിൻ ഫ്ലെയിം ആയിരിക്കാം, കുറച്ചു പേർക്ക് സോൾമേറ്റ് കണക്ഷൻ ആണ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് കുറച്ചു പേർക്ക്. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ തന്നെ മേ ബി നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആയിരുന്നിരിക്കാം, അത്രയും ഡീപ്പ് കണക്ഷൻ ഉള്ള ലവേഴ്സ് ആയിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ബർത്തിലും നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാനിടയായതും ഈ ഒരു സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതും ഒരുപാട് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതും. ഓക്കെ, ഐ നോ ഐ ആം നോട്ട് ഡിസേർവിങ് യു. മേ ബി ഈ വ്യക്തിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ആയിരിക്കാം നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലായത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു ഗിൽറ്റ് ഫീൽ ഉണ്ട്. ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. യെസ്, തീർച്ചയായിട്ടും ആ ഒരു കാര്യം തന്നെയാണ് വീണ്ടും ഇവിടെ കിട്ടിയത്. ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു. ഐ വിൽ കോൾ യു സൂൺ. യെസ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കോൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ഈ വ്യക്തിയിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്, അതും വളരെ പെട്ടെന്ന്. ആൻഡ് ഐ വിഷ് ടു സീ യു, യു ആർ മൈ ലവ്. ആ വ്യക്തി നിങ്ങളെ ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഐ ആം സോറി. വീണ്ടും ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ഭാഗത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അതിനാണ് ഈ ഒരു സെപ്പറേഷൻ ഇപ്പോൾ നിങ്ങൾക്കിടയിലുള്ളത്. അതിന് ആ വ്യക്തി നിങ്ങളോട് ഒരുപാട് ക്ഷമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളോട് ക്ഷമ പറയുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവുന്ന എന്തെങ്കിലും ക്ലൂസ് നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ, ഒരു ടുമോറോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. എക്സ്പെക്ട് മോർ. അതെ, നിങ്ങളിപ്പോ ഒരു കാര്യങ്ങളും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഒരുപാട് എക്സ്പെക്ട് ചെയ്യാൻ കഴിയും എന്നാണ് കാണുന്നത്. ഓക്കെ, വെരി ക്ലോസ് കിട്ടിയിട്ടുണ്ട്. നമ്പർ 6 ആൻഡ് നമ്പർ 19.